രാജ്യസഭാംഗങ്ങൾ കൂട്ടത്തോടെ കൂറുമാറിയ സംഭവത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും തിരിച്ചടി. ബിജെപിയുമായുള്ള 7 എംപിമാരുടെ ലയനം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിച്ചു. മുതിർന്ന നേതാക്കൾ രാജിവെച്ചതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ വിമർശനം ശക്തമായിട്ടുണ്ട്. രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, അശോക് മിത്തൽ തുടങ്ങി 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്ന ആം ആദ്മി പാർട്ടിയുടെ ആവശ്യത്തെ നിരസിച്ചുകൊണ്ടാണ് രാജ്യസഭാ അധ്യക്ഷൻ ലയനത്തെ അംഗീകരിച്ചത്. ഇതോടെ രാജ്യസഭയിലെ ബിജെപിയുടെ അംഗബലം 106-ൽ നിന്ന് 113-ലേക്ക് വർദ്ധിക്കുകയും ആം ആദ്മി പാർട്ടിയുടെ പ്രാതിനിധ്യം 3 അംഗങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. നടപടിക്കെതിരെ ആം ആദ്മി പാർട്ടി നിയമപരമായി പോരാടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെയും പഞ്ചാബിലെയും കൂടുതൽ എംപിമാരെയും MLA-മാരെയും മറുകണ്ഠം ചാടിക്കാനുള്ള ബിജെപിയുടെ ശ്രമത്തെ ആപ്പിന് ചെറുക്കുകയും വേണം. എന്നാൽ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താതെ പാർട്ടിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് തിരക്കുകളിൽ ഏർപ്പെട്ടത് ഒരു വിഭാഗം നേതാക്കളെ അതൃപ്തരാക്കിയിട്ടുണ്ട്. MLA-മാരുടെയും പ്രവർത്തകരുടെയും പിന്തുണയും വിശ്വാസവും ഉറപ്പിക്കേണ്ടത് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടിയുടെ പ്രതിനിധികളുമായുള്ള കെജ്രിവാളിന്റെ കൂടിക്കാഴ്ച അനിശ്ചിതത്വത്തിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.